ഹായ് ഓൾ, ഇന്ന് നമ്മുടെ ദിവസം തുടങ്ങിയാലോ. ഞാൻ എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഹിതമോളും എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഹൈദീനെയും ഹാദീനെയും നോക്കിയപ്പോൾ രണ്ടാളും നല്ല ഉറക്കമാണ്. അപ്പോൾ അവൻ എഴുന്നേക്കും, അതായത് നമ്മുടെ ഹൈദി എഴുന്നേക്കും മുൻപ് അവനക്കുള്ള ഫുഡ് റെഡിയാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വേഗം കിച്ചണിലേക്ക് എഴുന്നേറ്റ് പോന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഹൈദിക്കുള്ള കുറുക്ക് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഞാൻ യൂസ് ചെയ്യാറുള്ളത് ജുസാ ഫുഡ്സിൻ്റെ കുറുക്ക് പൊടികളാണ് കേട്ടോ. നല്ല ഇഷ്ടമാണ് അവരുടെ പൊടികൾ, നല്ല ടേസ്റ്റാണ്, നല്ല ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ മോനിക്കും കുടിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ പൊടിയൊന്ന് നല്ലോണം കുറുക്കിയെടുക്കും. അതിനുശേഷം അവനക്ക് കുടിക്കേണ്ട ടൈം ആകുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി വെക്കും. എന്നിട്ടാണ് അവനക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ അവനത് കുടിക്കാനും നല്ല സുഖമായിരിക്കും. അങ്ങനെ വാശിയൊന്നും അങ്ങനെ പിടിക്കാറില്ല. അവനക്ക് അത്യാവശ്യം കുടിക്കലുണ്ട്. നമ്മൾ എത്രയാണോ എടുക്കുന്നത് അത് ഫുള്ളും അവന് ഫിനിഷ് ആക്കാറാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ലൂസാക്കി എടുക്കാറുള്ളത്. ഇത്രയും മതി. ഇത് അവനക്ക് കുടിക്കാനും ഓക്കെയാണ്. ഞാൻ റൂമിൽ വന്ന് നോക്കുമ്പോൾ ഹിതയും ഹൈദിയും ഹാദിയും കൂടിയിരുന്നുള്ള മേളമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അവർ എണീറ്റ് കഴിഞ്ഞാൽ അതിങ്ങനെ ആയിരിക്കും ഒരു കാഴ്ച കാണുക. അതായത് മൂന്നാളും കൂടി എണീറ്റ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ച് അതിന് ശേഷമാണ് മൂന്നാളുടെ കാര്യങ്ങൾക്ക് പോകാറുള്ളത്. അപ്പോൾ മിക്കപ്പോഴും ഉമ്മയായിരിക്കും ഹൈദിക്ക് കുറുക്ക് കൊടുക്കുന്നതും അതുപോലെ അവൻ്റെ കുളിപ്പിക്കലും എണ്ണ തേക്കലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൻ്റെ ഒരുവിധ കാര്യങ്ങളും ഉമ്മയാണ് നോക്കാറുള്ളത്. ഞാൻ ജസ്റ്റ് അവന് പാല് കൊടുക്കാനും എടുത്ത് നടക്കാനൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഉമ്മയായിട്ട് നോക്കാറ്. പിന്നെ നമുക്കൊരു ഫങ്ഷൻ ഉണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ കല്യാണമുണ്ട്. അപ്പോൾ അതിന് പോകാനായിട്ടുള്ള ഒരുക്കത്തിലും തത്രപ്പാറിലൊക്കെയാണ് എല്ലാവരും. അപ്പോൾ ഉമ്മ അവന് കുറുക്ക് കൊടുക്കുന്ന നേരം കൊണ്ട് ഞാൻ വേഗം വന്ന് റൂമൊക്കെ ക്ലീനാക്കി ഇട്ടു. അപ്പോഴത്തേനും ഉമ്മ ഹൈദീനെ കുളിപ്പിച്ചുകൊണ്ട് വരും. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് വേറൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ്. ഇന്ന് നമ്മുടെ ഇത്തയും അളിയനും മക്കളും ഒക്കെ ഖത്തറിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരൊരു കുറച്ച് ദിവസം നാട്ടിലുണ്ടാവും. അപ്പോൾ അവർ വരുന്നത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഹിത പറഞ്ഞിരുന്നു, ഹിറ എന്നാണ് കേട്ടോ മോളുടെ പേര്. അപ്പോൾ ഹിറ മോൾക്ക് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, എന്തെങ്കിലും മേടിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് പാക്ക് ചെയ്യാണ്. ഇനി നമുക്കിതൊരു മറ്റേ ഗിൽറ്റ് പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുൻപ് ഞാനിതൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇന്ന് മൂന്നാൾക്കും ഫംഗ്ഷൻ ഉണ്ടാകാനുള്ള ഡ്രസ്സാണ് ഞാനിവിടെ ബെഡിൽ വിരിച്ചിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഹൈദി ബേബി വന്നിട്ടുണ്ട്. അവൻ കുളിച്ച് പമ്പേഴ്സൊക്കെ ഇട്ട് അവൻ്റെ ക്രീമും സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കളിയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവനെ റെഡിയാക്കാറുള്ളത്. റെഡിയാക്കുമ്പോഴത്തേനും ആദ്യം ഹിതയൊക്കെ കുളിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഹിതയ്ക്ക് ഞാൻ ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് ഇരിക്കി കൊടുക്കുകയും ഇപ്പോൾ വേണ്ടോ, ബാക്കിയല്ലാതെ അവൾ തന്നെ ചെയ്തോളും. അപ്പോൾ മൂന്നാളും റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവൻ്റെ കുറേ വാശികളും കരച്ചിലുകളും ഇവളുടെ കുറേ കാട്ടിക്കുട്ടലുകളും ഒക്കെ ആയിട്ട് സമയം പോകുന്നത് തന്നെ അറിയില്ല. റെഡി അല്ലേ? Hello, my name is Shisa. ഇതാരത് ഫ്രണ്ട് ഇരിക്കണേ? ഹൈദി അതെ പൂഴിനടക്ക് എത്ര ഞങ്ങളുടെ ഇറങ്ങണല്ലോ പോണ്. അങ്ങനെ നമ്മൾ ഹാളിലെത്തിയിട്ടുണ്ട്. ഹാളിലെത്തി എല്ലാവരും ഇറങ്ങി. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ വെൽക്കം ഡ്രിങ്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ജ്യൂസ് തന്നെയായിരുന്നു കേട്ടോ. 2 ടൈപ്പ് ജ്യൂസാണ് അവർ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി. അതായത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ സുഖമായിട്ട് പ്രോഗ്രാമും ഫങ്ഷനും ഒക്കെ കണ്ടിരിക്കാമല്ലോ, റിലാക്സ് ചെയ്തിരിക്കുക. അത് കണ്ടിരിക്കുമ്പോൾ തന്നെ ധൃതിപ്പെട്ട് താഴേക്ക് ഇറങ്ങി വന്ന് ഫുഡ് കഴിച്ച് വീണ്ടും കയറുക, അതിന് എളുപ്പം ഇതായിരിക്കും.
അതായത് ഫുഡ് കഴിച്ചിട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എല്ലാം ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ. ചിക്കൻ പൊരിച്ചതും മൂരി ബിരിയാണി ആയിരുന്നു, അതുപോലെ കച്ചമ്പറും ഇഞ്ചുംപുളി അങ്ങനെ എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു. കിടാങ്ങൾക്കൊക്കെ ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് മേലെ കയറിയിരുന്നു കേട്ടോ. നല്ല പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം കാരണം ഞാൻ സൗണ്ടൊക്കെ മ്യൂട്ടാക്കിയിട്ടേക്കാണ് കേട്ടോ. നല്ല ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് അവിടെ ആസ്വദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോകുന്നു കേട്ടോ. കുറേ ആൾക്കാരൊക്കെ കണ്ട് സംസാരിച്ച് അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ എത്തിയാളിയനും മക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ വേഗം വീട്ടിലെത്തണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ താഴത്തേക്ക് പോകുന്നു. വീട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ മോനക്ക് ഫോർമുല മിൽക്കൊക്കെ റെഡിയാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ കാറ് കയറിയ വശം തന്നെ അവനക്ക് അതെടുത്ത് കൊടുത്തു. അങ്ങനെ അവനത് മുഴുവനും കുടിച്ച് അങ്ങനെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.